ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ അറിയോ, ഇത് നോമ്പ് അന്നത്തെ ദിവസത്തെ നോമ്പാണ് കേട്ടോ. എപ്പോഴും നമ്മൾ രാവിലെ വേഗം അടിച്ചു വാരി തുടച്ച് പിന്നെ നമ്മളൊരു 3 മണിയാണ് സമയത്ത് കിച്ചണിലോട്ട് പോകലല്ലേ. പക്ഷെ ഇന്ന് ഞാൻ അതല്ല ചെയ്തത്. രാവിലെ കുട്ടികൾ പോയപാട് എന്താക്കി അടിച്ചു വാരലും തുടക്കലും ഒന്നും ചെയ്തില്ല. ഇന്നെന്താക്കിയാൽ അനിയത്തിൻ്റെ അവിടെ നിന്ന് കൊടുന്ന പയ്യാണ്ട് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എന്താക്കിയറിയോ, അടിച്ചു ആരും അത്താഴത്തിന് വെച്ചിട്ട് പാത്രം കഴുകിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഓതാനും നിസ്കരിക്കാനും പറ്റുന്നേ. അപ്പം ഞാൻ എന്ത് വിചാരിച്ച്, സമയം എന്താക്കി കുട്ടികൾ പോയിട്ട് 9 മണിയായിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അടുക്കളയിൽ പോയിട്ട് അടിച്ചു വാരലും തുടക്കലും നമ്മളെല്ലാ പണിയൊക്കെ കഴിഞ്ഞാകുമ്പോൾ പിന്നെ നമുക്ക് ഉച്ചൻ്റെ ശേഷം ആകുമ്പോഴത്തേക്ക് പറ്റ ക്ഷീണമാകുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കറിയെല്ലാം ആക്കി വെച്ച് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായി അത് എടുത്ത് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ച് കറിയും വെക്കുന്ന നൂൽപുട്ടും ചുടാമെന്നും വിചാരിച്ച് തേങ്ങ വറുക്കാൻ നിൽക്കട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കൻ പൊരിച്ചിരുന്നില്ലേ, ആ ചിക്കൻ പൊരിച്ചിൻ്റെ ചട്ടി കൂടി തന്നെ തേങ്ങ ഇട്ടിട്ട് വലിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിട്ട് നല്ല തേങ്ങ ചോക്കനെ വറുത്തെടുക്കുക കേട്ടോ. അതിക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇതൊക്കെ ഞാൻ ഇന്നലെ എന്തെല്ലാം കാട്ടി വെച്ചാൽ പക്കവടക്ക് ചുടാനുള്ളത് പിന്നെ എന്ത് ചെയ്ത് പിന്നെ 3-4 ഉള്ളി മുറിച്ച് വെച്ച് പിന്നെ ചിക്കന് കറി വെച്ച് ഉണ്ടായ കുറച്ച് ചോറൊക്കെ തിളപ്പിച്ച് അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ടായ മീൻ കറിയും പിന്നെ അതൊക്കെ എടുത്തിട്ട് എന്താക്കി പറഞ്ഞാൽ അതെല്ലാം ചൂടാക്കി തിളപ്പിച്ച് വെച്ച്. പിന്നെ ഒരു കാര്യം എന്താ അറിയോ, എൻ്റെ ഇവിടെ ഗ്യാസ് വെച്ചതിൻ്റെ വർക്ക് ഏരിയയിൽ ഗ്യാസ് വെച്ചതിൻ്റെ നേരെ ഇങ്ങനെ സീറ്റ് ഇട്ടിനി. സീറ്റ് പറഞ്ഞാൽ ഇപ്പുറത്തേക്കല്ല ഇങ്ങനെ മറയണ സീറ്റും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ സീറ്റ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടോ. ഇതിങ്ങോട്ട് ചൂട് മക്കളെ അടിച്ചിട്ട് കറക്റ്റ് 3 മണിക്കല്ല, കറക്റ്റ് എൻ്റെ മുഖത്തേക്കാണ് അടിക്കണത്. അവിടെ നിന്നിട്ട് ഒരു കാരണവശാലും ഒരു പണിയെടുക്കാൻ കഴിയില്ല കേട്ടോ. വൈകുന്നേരം അടുപ്പിൻ്റെ അടുത്തത്തെ പണിയെല്ലാം അങ്ങോട്ട് കഴിയുമ്പത്തിന് എനിക്ക് തലവേദന ഒട്ടാകെ തളർന്ന പോലെ ആകും ഞാൻ. അതാണ് ഞാൻ അവിടെ വേഗം കറി ആക്കാൻ തന്നെ വിചാരിച്ചിട്ടോ. അങ്ങനെ അതിക്കൊരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചിക്കൻ എന്താക്കി ഉള്ളിയൊക്കെ വാട്ടി നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചോളൂ. അതൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല, കുറേ റെസിപ്പി ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അതോടെ അടുപ്പത്ത് വെച്ചിട്ട് എന്താ ഒരു 6 ഉള്ളി, ചെറിയൊരു 6 ഉള്ളി എടുത്തിട്ട് അത്രയേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് ടേബിളിൽ എന്തെങ്കിലും എണ്ണക്കടി ഇല്ലെങ്കിൽ നമുക്കൊരു തൊയിരക്കേടാണല്ലോ. അപ്പം ഞാൻ അത്രയേ ചുട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തേങ്ങ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കിടത്ത്. പിന്നെ നമ്മൾ ഉള്ളി തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ അത്യാവശ്യത്തിന് വറുത്തിന്, ഉള്ളി തൂമിക്കുമ്പോൾ ഫസ്റ്റ് ഉള്ളി വാട്ടുമ്പോൾ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ വാട്ടീനത്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ നമുക്ക് ഉള്ളി തൂമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേശം കരിയാമ്പലും ചുവന്നുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഇതാക്കിക്കോളിട്ടോ. അങ്ങനെ ഞാൻ കസ്റ്റഡ് പാലെടുത്തിട്ട് കസ്റ്റഡും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലവിടെ വെച്ചാൽ. പക്ഷേ ഇന്നലെ നമുക്ക് എന്നിട്ട് എന്താ എത്ര ഈസി അറിയുമോ. പിന്നെ ഞാൻ 5 മണിക്കാണ് അസറസ്കാരെല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ 5 മണിക്കാണ് ഞാൻ പിന്നെ അടുപ്പിൻ്റെ അടുത്തേക്ക് പോയത്. നല്ലതാണ് കേട്ടോ, നമുക്ക് ഇരിക്കാനും ഖുർആൻ ഓതാനും കുറച്ച് നേരം കടക്കാനും എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. രാവിലെ നമ്മളെന്തായാലും പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ 5 മണിക്കാണ് പോയിനത്. അടുക്കളയ്ക്ക് വീണ്ടും ഞാൻ പോയിന് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് എത്ര മണി കഴിഞ്ഞറിയോ, 12 മണിയാകുമ്പോൾ എല്ലാ പണിയും ഒരുങ്ങിയിട്ട് കുളിച്ച് ലഹർ നിസ്കരിച്ച് ഓതി കുറച്ച് നേരം പിന്നെ കടന്നുറങ്ങി. എന്നിട്ട് പിന്നെ 5 മണിക്കാണ് ഞാൻ കിച്ചണിലോട്ട് പോയത്. അപ്പോൾ എനിക്ക് വെറും നൂൽപുട്ട് ചൂടാനും പത്തിരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക, വാട്ടി കുഴച്ച് പരത്തിയിട്ട് പാത്രത്തിലാക്കി വെക്കുക. നൂൽപുട്ടിന് പിന്നെ ഹാർഡായി പോകുമല്ലോ. അങ്ങനത്തെ ഈ കസ്റ്റഡ് എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായാലും അപ്പോൾ കുറച്ച് കട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താക്കി, ഇന്നലെ മഞ്ഞ വത്തക്കല്ലേ, അതാണ് ജ്യൂസ് അടിച്ചത് കേട്ടോ. നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു ഉറുമ്പാമ്പായോ കസ്റ്റഡ് ഫ്രൂട്ട് സലാഡിൽ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കിയും ഉണ്ടായിന് കേട്ടോ. അങ്ങനെ തന്നെ എന്താക്കി പൊക്കവട ചുട്ട് കുറച്ചേ ചുട്ടിട്ടുള്ളൂ, അത്രയും വേണ്ടുള്ളൂ. അപ്പോഴത്തേക്കിന് പാത്രം ആയിന് കേട്ടോ. ഇത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളൊക്കെ നോമ്പ് എങ്ങനെയാണ് മക്കളെ പോകുന്നത്? റാഹത്തായിട്ട് ഇവിടെ എത്ര പെട്ടെന്നാണ് എന്നൊക്കെ 6 നോമ്പായതില്ലേ. പക്ഷേ നമ്മൾ ഈ വീഡിയോ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുക ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ അപ്ലോഡ്. ഇന്നലെ എടുത്ത് ഇന്നിടും, പിന്നെ ഇപ്പോൾ 5 നോമ്പിൻ്റെ അന്ന് എടുത്തത് 6 നോമ്പിനാണ്. അങ്ങനെ അത് 6 മണിയാകുമ്പത്തിന് നമ്മൾ എന്താക്കി, അതുകൊണ്ട് 5 മണിക്ക് അടുക്കള കയറിയാലും 6 മണിയാകുമ്പത്തിന് എല്ലാ പണിയും ഒരുങ്ങി അടുക്കളയെത്തത് ഒക്കെ വൃത്തിയായി. ആ പനിയത്തിൻ്റെ അവിടെ നിന്ന് കായ് ബജിയും ചട്ടിനിയും കൊടുന്നതിന്
അങ്ങനെ ചായയും വത്തക്ക ജ്യൂസും ഉറുമ്പാമ്പഴം ജ്യൂസും എല്ലാം ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോഴത്തേക്കിന് തട്ടലും കുട്ടലും മറിക്കലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ എല്ലാ പണിയും ഒരുങ്ങി. അല്ലെങ്കിൽ നമ്മൾ ഈ 3 മണിക്ക് 3:30 മണിക്കൊക്കെ അടുക്കളയ്ക്ക് ഒരു 6:30 മണി വരെ നമ്മൾ പെരങ്ങണം. അത് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ലോഡ് പാത്രം ഉണ്ടാവും. മഗ്‌രിബ് നിസ്കരിക്കാൻ പോകാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാവും. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂലല്ലോ. നോമ്പ് തുറക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും കഴിയൂലല്ലോ. പിന്നെ അതാ മറിച്ച് അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അടുക്കളയിൽ നീറ്റാക്കിയിട്ട് കേട്ടോ എല്ലാ പണിയും ഒരുങ്ങീനി. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും രാവിലെ നമ്മൾ എണീച്ച് അടിച്ചുവാരി തുടക്കുന്നതിന് മുന്നേ അങ്ങനത്തെ പണികളൊക്കെ ഒരുക്കി വെക്കുക. കറി എന്തെങ്കിലും കറി ഉണ്ടാക്കലും ജ്യൂസ് അടിക്കാണ്ടെങ്കിൽ പിടിച്ചിട്ട് ജ്യൂസ് അടിച്ചേക്കലും അങ്ങനെ. ഇനി രാത്രിയായി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതാ. മക്കളും ഞാനും മോന് തറാവി കഴിഞ്ഞ് വന്ന് നാഷ്ടാക്കാൻ നിൽക്കുക കേട്ടോ. നൂൽപുട്ടും നാഷ്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും പെട്ടിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഹുസ്നാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് മതിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്ലേറ്റ് നോക്കുമ്പോൾ പൊട്ടീനി. അപ്പോൾ ആ പ്ലേറ്റ് ഞാൻ അവിടെ മാറ്റാൻ പറഞ്ഞു കേട്ടോ. എപ്പോഴും കേൾക്കുമ്പോഴും ഞാൻ ഒഴിവാക്കണമായിരിക്കും, പക്ഷെ മറന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു